ഖുർആനിലേക്ക് നമ്മൾ മടങ്ങണം. നമുക്ക് ആ ഖുർആൻ ഓതാനും പാരായണം ചെയ്യാനും മനസ്സും ശക്തിയും ഉണ്ടാകണം. നമുക്കൊക്കെ ഒന്ന് ഖുർആനുമായിട്ട് എത്ര ബന്ധമാണുള്ളതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹ് എന്താ പറഞ്ഞത്? ഫീഹി ശിഫാഉം വറഹ്മ. അതിൽ അള്ളാന്റെ കാരുണ്യമുണ്ട്. ആ ഖുർആനിൽ നിങ്ങൾക്കെല്ലാവർക്കും പരിപൂർണമായ ശമനവുമുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ, നിങ്ങളുടെ ശരീരത്തിന്റെ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ അത് മുഴുവൻ നിങ്ങൾക്ക് മാറ്റിത്തരുന്ന ഏറ്റവും ശക്തമായ വചനങ്ങളാണ് പരിശുദ്ധമായ ഖുർആനിൻ്റേത് എന്നാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. നമ്മളത് അറിയുക, നമ്മൾ പഠിക്കുക, ആ ഖുർആനിലേക്ക് അടുക്കുക, അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ സ്വീകരിക്കുന്നവരാവുക. അല്ലെ, നമുക്ക് വേണ്ടിയുള്ളത് നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ വേറെ ആരാ ഉപയോഗപ്പെടുത്തുക? നമ്മളാണ് അതിന്റെ വക്താക്കൾ, നമ്മളാണ് അതിന്റെ പ്രയോക്താക്കൾ. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയുകയാണ്, ഖുർആൻ ഓതുന്നവർക്കേ മരിക്കുന്ന സമയത്ത് ഈമാൻ പൂർണ്ണമാകൂ. ഖുർആൻ ഓതുന്നവർക്കേ ഖബറിന്റെ ഉള്ളിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയൂ. ഖബറിന്റെ ഉള്ളിൽ സമാധാനമേകിക്കൊണ്ട്, ശാന്തിയേകിക്കൊണ്ട്, മനുഷ്യരൂപത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അമൃതവർഷമായ ഖുർആൻ വരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഞാനും നിങ്ങളും നാളെ പോയി കിടക്കുന്ന ഖബറിന്റെ ഏകാന്തതയുണ്ടല്ലോ, ഭീകരതയുണ്ടല്ലോ, ഒരൽപ്പം കാരുണ്യം റബ്ബിൻ നമുക്ക് ചെയ്തു തന്നിരുന്നെങ്കിലെന്ന്, ഒരു ചെറിയ മോചനമുണ്ടായിരുന്നെങ്കിലെന്ന്, എനിക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിലെന്ന് ഞാനും നിങ്ങളും നാളെ ആഗ്രഹിക്കുന്ന ഖബറിന്റെ ഏകാന്തതയിൽ വെച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യഅതീഹി റജുലുൻ ശാബ്, നല്ല ഒരു യുവാവ് ഈ ഖബറിൽ ഇവന്റെ അടുക്കലേക്ക് വരും. അവന്റെ നിറം നല്ലതായിരിക്കും, സാഹിബുൽ ലൗൻ, നല്ല നിറമായിരിക്കും അവന്റേത്. അങ്ങനെ നിറമുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇവന്റെ അടുക്കലേക്ക് വരും. ഖബറിലുള്ളയാള് ചോദിക്കും, മൻ അന്ത, നീ ആരാണ്? ഖബറിലുള്ളയാള് തിരിച്ചു ചോദിക്കും, എന്നെ നിനക്ക് മനസ്സിലായില്ലേ? അമാ തഅരിഫുനീ, എന്നെ നിനക്ക് മനസ്സിലായില്ലേ? അനൽ ഖുർആനുല്ലദീ അസ്ഹർത ലൈലകാ, രാത്രി ഉറക്കമൊഴിച്ച് നീ ഓതിയിരുന്നില്ലേ ഖുർആൻ? ആ ഖുർആനാണ് ഞാൻ. ഇതാ ഈ ഖബറിൽ അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ മനുഷ്യരൂപത്തിൽ നിനക്ക് സമാധാനമേകുവാൻ പറഞ്ഞയച്ചതാണെന്ന് പരിശുദ്ധ ഖുർആൻ മനുഷ്യരൂപത്തിൽ വന്ന് മറുപടി പറയുമെന്ന് ഒരു കള്ളം പോലും ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലാത്ത മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കുക, ഖുർആൻ ഓതുന്നവരാവുക. അതാണ് അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. റബ്ബിന്റെ കാരുണ്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ ലോകത്ത് നമുക്കൊക്കെ അള്ളാഹു ജന്മം നൽകിയില്ലേ? ഇന്ന് നമുക്കൊരു പേരുണ്ട്, ഇന്ന് നമുക്കൊരു ശരീരമുണ്ട്, ഇന്ന് നമുക്കൊരു അഡ്രസ് ഉണ്ട്, ഇന്ന് നമുക്ക് താമസിക്കാൻ ഒരു വീടുണ്ട്, ഇന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു ഉപ്പയുണ്ട്, ഒരു ഉമ്മയുണ്ട്. ആരാണതിന്റെ സംവിധായകൻ? അല്ലേ, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യം. 2000 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്കൊരു പേരക്കിടാവ് ഉണ്ടാകും. 100ാമത്തെ പേരക്കിടാവെന്ന് സങ്കല്പിക്കുക. ഉദാഹരണം, ആ പേരക്കിടാവ് എങ്ങനെയുള്ളവനായിരിക്കും നമുക്കറിയില്ല. അവന്റെ മുഖം എങ്ങനെയായിരിക്കും? അവൻ കഴിക്കുന്ന മാമ്പഴത്തിന്റെ വിത്തെവിടെയായിരിക്കും ഇന്ന്? അവൻ കുടിക്കുന്ന വെള്ളത്തിന്റെ മഴ എവിടെയായിരിക്കും? അതിന്റെ നീരാവി കടലിന്റെ ഏതു ഭാഗത്തായിരിക്കും? എല്ലാം അറിയുന്നവൻ ഖലഖൽ ഇൻസാൻ, ഇതിന്റെ സൃഷ്ടാവായ നമ്മുടെ റബ്ബ് തന്നെയാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ നിൽക്കുന്ന റബ്ബ്, നമ്മൾ അല്ലാഹ് എന്ന് വിളിക്കുന്ന റബ്ബ്, എന്റെയും നിങ്ങളുടെയും ഈ ഒരുമിച്ച് കൂടൽ ഏതൊരു നാഥന്റെ വിളിക്കനുസരിച്ചാണോ ആ സംവിധായകനായ രാജാതിരാജനായ അല്ലാഹുവിന്റെ മഹത്വങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുന്നത്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നമുക്ക് അല്ലാഹ് ഈ ലോകത്ത് ജന്മം നൽകിയില്ലേ മുഅ്മിനെ? അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ജന്മം നൽകാതിരിക്കുകയായിരുന്നു നല്ലതെന്ന്? അല്ല, അതൊരു തെറ്റായ ചിന്തയാണ്.
ഒരു സാധനം നമ്മുടെ അടുക്കൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ നല്ലത്? ഉള്ളതാണ് അല്ലേ? ഒരു 50,000 രൂപ എൻ്റെ കയ്യിൽ ഇല്ലാത്തതല്ലല്ലോ, ഉള്ളതാണല്ലോ നല്ലത്. ഒരു ഇന്നോവ കാറ് എനിക്കുള്ളതാണല്ലോ നല്ലത്. നിങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കും അല്ലേ? കാശിൻ്റെയും കാറിൻ്റെയും കാര്യമായതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കും. നമ്മുടെ ജന്മത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ആലോചിക്കേണ്ടത്. നമ്മളെ ഈ ലോകത്ത് ജനിപ്പിച്ചത് അള്ളാഹുവിന്റെ കാരുണ്യം അവൻ നിറച്ചുകൊണ്ടല്ലേ മുഅ്മിനേ. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ ഒരിക്കലും അശ്രദ്ധണ്. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. അള്ളാന്റെ കാരുണ്യം കഴിഞ്ഞിട്ട് ഞാൻ മറ്റുള്ള കാരുണ്യത്തിലേക്ക് കടക്കും. ഇത് പറഞ്ഞാൽ തീരാത്തതാണ്. മണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യരെ നിങ്ങളെ നാം പടച്ചിട്ടുള്ളത് അല്ലേ? ഒപ്പയർ എന്ന ശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്, മനുഷ്യന്റെ ശരീരത്തിൽ മണ്ണിലുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണത്രേ മണ്ണിലേക്ക് മനുഷ്യരടക്കമുള്ള ജീവികൾ എത്രയും വേഗം ലയിച്ചു ചേരുന്നത്. 3 പിടി മണ്ണ് നമ്മൾ കയ്യിൽ പിടിക്കാറില്ലേ? നമ്മൾ ഖബറിലേക്ക് വലിച്ചെറിയാറില്ലേ? ഉമ്മായുടെ മുഖത്തേക്ക് നമ്മൾ ഇടാറില്ലേ? ബാപ്പായ ഖബറിൽ വെച്ചിട്ട് നമ്മൾ ഇടാറില്ലേ? മിൻഹാ ഖലഖ്നാകും, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ പടച്ചത്. വഫീഹാ നുഈദുകും, ദേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ മടക്കിയിരിക്കുന്നുവല്ലോ. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, ഇനി അതിൽ നിന്ന് തന്നെ വരാനുള്ളവരല്ലേ നിങ്ങൾ. മുഅ്മിനേ ചിന്തിക്കുക. അല്ലാഹുവിന്റെ ആലോചന, പടച്ച റബ്ബ് നമ്മെ മണ്ണിൽ നിന്ന് പടച്ചു. ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണിന്റെ സത്തയുണ്ടാക്കി. മുട്ടിയാൽ ശബ്ദം മുഴങ്ങുന്ന മണ്ണിനാൽ മർത്യന്റെ ഗാത്രം ചമച്ചവൻ ചിത്രമായി. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين. എന്താ പറഞ്ഞത്? ഭദ്രമായ ഒരിടത്ത്, ഭദ്രമായ ഒരു സ്ഥാനത്ത്, ഒരു ഇന്ദ്രിയ തുള്ളിയായി, ഒരു ബീജകണികയായി നിങ്ങളെ നാം സംവിധാനിച്ചു. നോക്കൂ നിങ്ങൾ, ഒരു പുരുഷൻ അവൻ ഒരു തവണ സ്ഖലനമുണ്ടാകുമ്പോ ഒന്നും രണ്ടുമല്ല, കോടിക്കണക്കിന് ബീജമാണ് ആ ഒരൊറ്റ തവണയുള്ള സ്ഖലനത്തിൽ ഉണ്ടാകുന്നത് എന്നാണല്ലോ ശാസ്ത്രം നമ്മോട് പറയുന്നത്. ഈ കോടിക്കണക്കിന് ബീജം ആര് സൃഷ്ടിച്ചു? അല്ലാഹ് സൃഷ്ടിച്ചു. വാലും തലയുമുള്ള ആ ബീജം ഇങ്ങനെ അന്വേഷിക്കുകയായിരിക്കും, എനിക്കൊരു അണ്ടത്തെ കിട്ടിയിരുന്നുവെങ്കിൽ. അങ്ങനെ സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ അടുത്തുള്ള ഫെലോപ്പിയൻ ട്യൂബിന്റെ പരിസരത്ത് നിന്ന് ഈ അണ്ടവുമായി ബീജം സംയോജിക്കുമ്പോൾ ഫീ ഖറാരിൻ മകീൻ, റബ്ബല്ലേ കൊണ്ടുപോയിട്ട് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മെ കൊണ്ടെത്തിച്ചത്. ഇന്ന് നിങ്ങൾക്ക് എത്ര വയസ്സായി? 52 വയസ്സാണോ? അത്രയും കൊല്ലം മുമ്പ്. 43 വയസ്സാണോ? അത്രയും കൊല്ലം മുമ്പ്. എന്റെ യുവാക്കളെ, സഹോദരിമാരെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. റബ്ബല്ലേ പറയുന്നത്, നിങ്ങളെ ഞാൻ ആ ഗർഭപാത്രത്തിൽ സംവിധാനിച്ചില്ലേ? നോക്കണേ, ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അവൾ ഛർദിക്കാൻ തുടങ്ങും. എങ്ങനെയെങ്കിലും ശരീരത്തിൽ ഈ വന്ന് ചേർന്നിരിക്കുന്ന ഈ അന്യവസ്തുവിനെ പുറന്തള്ളാൻ ശരീരം എന്തെല്ലാം പണികളെടുക്കും. പക്ഷേ അല്ലാഹു പറയുകയാണ്, സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖാ, പിന്നെ ആ ബീജകണികയെ, ആ ഭ്രൂണത്തെ, ആ അണ്ടത്തുള്ളിയെ, ആ അണ്ടത്തെയും ബീജത്തിന്റെയും സംയുക്തമായ സിക്താണ്ടത്തെ അലഖാ, ഒരു ഭ്രൂണമായി നാം പരിവർത്തിപ്പിച്ചിരിക്കുകയാണ്. അലഖ എന്ന വാക്കിന്റെ അർത്ഥം ഒട്ടിപ്പിടിച്ചു എന്നാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്,
അലക്കിൽ നിന്നാണ്, ഒട്ടിപ്പിടിക്കുന്ന സാധനത്തിൽ നിന്നാണ് മനുഷ്യ നിങ്ങളെ നാം സൃഷ്ടിച്ചത് എന്നാണ് അല്ലാഹു പറയുന്നത്. എന്റെ ബഹുമാനപ്പെട്ട എത്രയോ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ടൊറോന്റോ യൂണിവേഴ്സിറ്റിയിലെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ഹെഡായ വില്യം കീത്ത്മോർ എന്ന് പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞൻ ഇതിനെക്കുറിച്ച് വലിയ ഒരു പഠന പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട്. നെറ്റിൽ സെർച്ച് ചെയ്താൽ യുവാക്കളെ നിങ്ങൾക്കത് കിട്ടും. അതിൽ അദ്ദേഹം പറയുന്ന മനോഹരമായ ഒരു കാര്യമാണ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു തമ്പുരാൻ എന്ന സൃഷ്ടാവിന്റെ ഉന്നതമായ വാക്യം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവനല്ലേ പറഞ്ഞത്, അലഖ, ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം എഴുതുകയാണ്. അലഖ് എന്ന വാക്കിന് അറബി ഭാഷയിൽ അട്ട എന്ന് അർത്ഥമുണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അണ്ടവും അതുപോലെ ബീജകണികയും ചേർന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ ആന്തരപാളിയായ എൻഡോമെട്രിയത്തിൽ പോയിട്ട് ഇതങ്ങ് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. പിന്നെ അതിന് മോചനമില്ല, അതവിടെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖാ, നമ്മുടെ റബ്ബല്ലേ, നമ്മുടെ രക്ഷിതാവല്ലേ, കാരുണ്യവാനായ തമ്പുരാനല്ലേ ഇത് പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ പറയുകയല്ല മുഅ്മിനേ. പരിശുദ്ധ ഖുർആൻ അവന്റെ കാരുണ്യം സൂചിപ്പിക്കുകയാണ്. വഖലഖ്നൽ അലഖത മുദ്ഗാ, അങ്ങനെ ആ മാംസപിണ്ഡത്തെ അല്ലാഹു പറയുകയാണ്, ഇത് എന്നെ പടച്ച രൂപമാ, നിങ്ങളെ പടച്ച രൂപമാ, എന്നെയും നിങ്ങളെയും അല്ലാഹു തആല മുദ്ഗാ, ഒരു മാംസപിണ്ഡമാക്കി മാറ്റിയില്ലേ. പച്ചവനല്ലാതെ ആർക്കാ അതിന്റെ പിന്നിൽ കഴിയാ? എന്റെ സഹോദരിമാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ഗർഭം ധരിക്കുന്നവരാണല്ലോ. ചിന്തിക്കാറുണ്ടോ നിങ്ങൾ? മലഗ എന്ന വാക്കിന്റെ അർത്ഥം ചവച്ചു എന്നാണ്. ചവച്ചു, ചവക്കുന്ന പരിപാടിയാണല്ലോ നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ചവക്കുക എന്നുള്ളതാണ്. എന്നതുപോലെ ചവച്ചു. നിങ്ങൾക്കാർക്കെങ്കിലും എംബ്രിയോളജിയുമായി, ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു എക്സിബിഷൻ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഓതാൻ കഴിയും. പടച്ചവനാണേ, നമ്മളൊക്കെ കണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംഘടിപ്പിച്ച ഒരു എക്സിബിഷനിൽ പോയിട്ട് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതിലുണ്ട് അവർ പ്രത്യേകമായ ലായനിയിലാക്കിയിട്ട് കുട്ടിയുടെ 7ാമത്തെ ദിവസം, 12ാമത്തെ ദിവസം, 2ാമത്തെ മാസം, 4ാമത്തെ മാസം, അതിൽ ഒരിടത്തുണ്ട് മുൽഗ, അല്ലേ, ചവച്ച മാംസം പോലെ. ഇതേ കാര്യം വലിയ യാഥാർത്ഥ്യത്തോടുകൂടെ മോറിസ് ബുക്കായ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നമ്മളൊക്കെ എവിടാ? നമ്മളൊക്കെ ഇങ്ങനെ മൊബൈൽ ഫോൺ വിളിച്ച് അല്ലേ? നമ്മളുടെ ജീവിതം മുഴുവൻ അതായിരിക്കാണ്. ചിന്തിക്കാനും പഠിക്കാനും ഓർക്കാനൊക്കെ നമുക്ക് എവിടെയാ സമയം?